നമസ്തേ. ഞാൻ മാതാ ആയുർവേദ ഐ ഹോസ്പിറ്റലിലെ ചീഫ് ഫിസിഷ്യനാണ്. എൻ്റെ പേര് ഡോക്ടർ പി കെ ശാന്തകുമാരി. അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഗ്ലോക്കോമ എന്നുള്ളൊരു നേത്രരോഗത്തെക്കുറിച്ചാണ്. ഈ പേര് പലർക്കും പരിചിതമായിരിക്കും. കാരണം അതിൻ്റെ ഒരു ഒരു ഇപ്പോഴത്തെ നിലനിൽപ്പ് വെച്ചാൽ വളരെ കൂടുതൽ ജനങ്ങളിൽ ഗ്ലോക്കോമ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ ഗ്ലോക്കോമ? ചുരുക്കി ഒറ്റ വാചകത്തിൽ പറയാറുണ്ട് സാധാരണ. അതായത് അതൊരു ഇൻട്രാഓക്കുലർ പ്രഷർ, കണ്ണിനുള്ള അകത്തുള്ള പ്രഷർ വർദ്ധിച്ചിട്ട് അതിലെ കണ്ണിലെ പ്രധാനപ്പെട്ട ഒരു നെർവ് ഉണ്ട്, ഓപ്റ്റിക് നെർവിനെ ബാധിക്കുന്ന, അങ്ങനെ വിഷൻ കുറഞ്ഞു വരുന്ന ഒരു രോഗമാണെന്ന്. പക്ഷേ ഇതിൻ്റെ സീരിയസ്നെസ് എന്താണെന്ന് വെച്ചാൽ കാഴ്ച കുറയുക എന്നുള്ളത് മാത്രമല്ല, കാഴ്ച കുറഞ്ഞ പൂർണ്ണമായ അന്ധതയിലേക്ക് നയിക്കാൻ സാധ്യതയുള്ള ഒരു രോഗമാണ് ഗ്ലോക്കോമ. അപ്പോൾ അതിൻ്റെ ആ പ്രാധാന്യം വളരെ കൂടുതലാണ്. അപ്പോൾ ഇതിനുള്ള കാരണം ഓപ്റ്റിക് നെർവ്സിൻ്റെ അതിന് ബന്ധപ്പെടുന്നു എന്നുള്ളതാണ്. പക്ഷേ അതിന് ബേസിക്കലി അടിസ്ഥാനമായിട്ടുള്ള കാരണം കണ്ണിനകത്തുള്ള പ്രഷർ വർദ്ധിക്കുന്നുള്ളതാണ്. ഈ പ്രഷർ എന്ന് പറഞ്ഞാൽ അക്യൂസ് ഹ്യൂമറിൻ്റെ പ്രഷറാണ്. കണ്ണിനകത്ത് ആ ചേംബറിനകത്ത് രണ്ട് രീതിയിലുള്ള ഫ്ലൂയിഡ് ഉണ്ട്. മുൻഭാഗത്ത് ആൻറ്റീരിയർ ചേംബർ എന്ന് പറയുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ അക്യൂസ് ചേംബർ എന്ന് പറയുന്ന സ്ഥലത്ത് ഉള്ള ഫ്ലൂയിഡ് അല്ലെങ്കിൽ ദ്രാവകമാണ് അക്യൂസ് ഹ്യൂമർ. പിൻവശത്തുള്ള അല്ലെങ്കിൽ ആ അറയിൽ ചേംബറിലുള്ള ഫ്ലൂയിഡിൻ്റെ പേരാണ് വിട്രിയസ് ഹ്യൂമർ. ഈ അക്യൂസ് ഹ്യൂമറിൻ്റെ പ്രഷറാണ് ഇവിടെ ബന്ധപ്പെടുന്നത്. അപ്പോൾ ഈ അക്യൂസ് ഹ്യൂമർ എന്ന് പറഞ്ഞാൽ കണ്ണിനകത്തുള്ള ആ ഒരു ട്രാൻസ്പാരൻ്റ് ആണല്ലോ ഈ സ്ട്രക്ചേഴ്സൊക്കെ, അല്ലെങ്കിൽ ലൈറ്റ് റേസ് അകത്തേക്ക് കിടക്കാനോ പാസ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ ട്രാൻസ്പാരൻസി നിലനിർത്തണം. ഇപ്പോൾ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലും ഈ ന്യൂട്രീഷൻ നടത്തുന്ന ബ്ലഡാണ്. ബ്ലഡ് ആവട്ടെ ഒപ്പേക്കാണ്, പ്യുർ ട്രാൻസ്പാരൻ്റ് അല്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ആ ഒപ്പാസിറ്റി ഉണ്ടാക്കുന്ന ബ്ലഡിലെ ഭാഗങ്ങളെ മാറ്റിയെടുക്കേണ്ട ഒരു ആവശ്യമുണ്ട്. ഒരു അൾട്രാ ഫിൽട്രേഷൻ വഴി ഈ RBC അല്ലെങ്കിൽ അതിലെ ഒപ്പേക്കായിട്ടുള്ള ഘടകങ്ങളെ മാറ്റി ഇത് ഫിൽറ്റർ ചെയ്ത് വരുന്നു. അതാണ് അക്യൂസ് ഹ്യൂമർ. അപ്പോൾ അതിൽ ചില ന്യൂട്രിയൻസ് നഷ്ടപ്പെടും. അതിന് ചില സ്പെഷ്യലൈസ്ഡ് സെല്ലുകൾ സീലിയറി ബോഡിയിലെ കണ്ണകത്ത് സ്ട്രക്ചറിൽ നിന്ന് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ഇത് ചേർന്നിട്ടുള്ള ഒരു ന്യൂട്രിയൻ ഫ്ലൂയിഡാണ് അക്യൂസ് ഹ്യൂമർ. അപ്പോൾ ഇത് സാധാരണ രീതിയിൽ ശരീരത്തിലെ ബ്ലഡ് ചെയ്യുന്നത് പോലെ തന്നെ അതിലെ ന്യൂട്രീഷനൊക്കെ നടത്തി കഴിഞ്ഞതിന് ശേഷം തിരിച്ച് വെയിനിലേക്ക് പോകണം. ആ പോകുന്നൊരു സിസ്റ്റം ഉണ്ട്, അത് അക്യൂസ് ചാനൽസ് ഉണ്ട്. അതിൽ കൂടെ തിരിച്ച് ബ്ലഡ് സർക്കുലേഷനിൽ വീനസ് സിസ്റ്റത്തിലേക്ക് പോകും. അപ്പം ആ ചാനലിന് വരുന്ന ഒരു ബ്ലോക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു തടസ്സം വരുമ്പോൾ ഈ ഫ്ലൂയിഡ് ഇതിനകത്ത് കൂടുതലായി അക്യുമുലേറ്റ് ചെയ്യുകയും അങ്ങനെ അതിൻ്റെ പ്രഷർ വർദ്ധിക്കുകയും ചെയ്യും. ഇതാണ് ഈ ഗ്ലോക്കോമ. പലതരത്തിലുള്ള ഗ്ലോക്കോമയുണ്ട്. ഞാനിവിടെ പറയുന്നത് ഏറ്റവും കോമൺ ആയിട്ടുള്ള പ്രൈമറി ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ എന്നുള്ളതിനെ പറ്റി മാത്രമാണ്. പല രീതിയിലുള്ള ഗ്ലോക്കോമകളുണ്ട്. അപ്പോൾ ലെറ്റസ് ഫോക്കസ് ഓൺ ദിസ്. അങ്ങനെ പ്രഷർ വർദ്ധിക്കുമ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് പല രീതിയിലായിരിക്കും. ന്യൂട്രീഷൻ കുറയുന്നു, സർക്കുലേഷൻ വ്യത്യാസം വരുന്നു, അതിൻ്റെ ചേംബറിന് വലിപ്പം കൂടുന്നു. അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് പോസ്റ്റീരിയർ ചേംബറിൽ ഈ ഓപ്റ്റിക് നെർവിലേക്ക് എത്തും. അങ്ങനെ ഓപ്റ്റിക് നെർവിൻ്റെ ഫങ്ഷണൽ കപ്പാസിറ്റി കുറയുകയും അതിന് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു ലക്ഷണങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. അതിലാണ് ഈ കാഴ്ച കുറയുക, അതുപോലെ തന്നെ വിഷ്വൽ ഫീൽഡ് എന്ന് പറയുമ്പോൾ നമുക്ക് കാണാവുന്ന ആ പരിധിക്കാണ് അത് ചുരുങ്ങുക. ഇങ്ങനെയുള്ള പല ചേഞ്ചസും സംഭവിക്കുന്നു. അപ്പോൾ ഈ ചേഞ്ചസാണ് കൂടി വന്ന് അവസാനം കാഴ്ച നഷ്ടപ്പെടാൻ കാരണമാക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇനി ചികിത്സയിലേക്ക് കടക്കുക. ആയുർവേദത്തിൽ കൂടെ നോക്കുകയാണെങ്കിൽ ഒരു സ്ട്രക്ചറിൻ്റെ അല്ലെങ്കിൽ ഒരു അവയവത്തിൻ്റെ സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി നിലനിർത്തുന്നത് വാതപിത്ത കഫങ്ങൾ എന്ന് പറയുന്ന 3 ഘടകങ്ങളിൽ കഫമാണ് കൂടുതൽ പ്രാധാന്യം വരുന്നത്. അപ്പോൾ ഈ കഫത്തിൻ്റെ ആധിക്യമോ അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും അപാകതകളോ വരുന്ന സമയത്ത് ഈ സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി അതിൻ്റെ ബന്ധപ്പെട്ട് കിടക്കുന്ന ആ ഫിസിയോളജിക്കും വ്യത്യാസം വരും. അപ്പോൾ ഇവിടെ ഈ ബ്ലോക്ക് ഉണ്ടാക്കാനുള്ള പ്രധാന കാരണം ഈ കഫത്തിൻ്റെ ആധിക്യമാണ് മെയിനായിട്ട്. അപ്പോൾ അങ്ങനെ ബ്ലോക്ക് വരുന്ന സമയത്ത് ഈ ഡ്രെയിനേജ് ചാനൽ അല്ലെങ്കിൽ അക്യൂസ് ഹ്യൂമർ പുറത്തു പോകാനുള്ള സാധ്യത കുറഞ്ഞ് അതിൻ്റെ അകത്ത് കെട്ടിക്കിടന്ന കഫത്തിൻ്റെ ആധിക്യം വരുന്നു. അപ്പോൾ ഈ കഫം എന്ന് പറയുമ്പോൾ തന്നെ കണ്ണിന് ബന്ധപ്പെട്ട കഫത്തിൻ്റെ പേര് തർപ്പക കഫം എന്നാണ്. ആ തർപ്പകഫത്തിന് തന്നെ ചില പ്രത്യേക പ്രോപ്പർട്ടീസാണ് ഇവിടെ കൂടുതൽ പ്രാധാന്യം വരുന്നത്. ഗുരു, സ്നിഗ്ധം, ഖരം, പിച്ചൽ ഇങ്ങനെയുള്ള ഗുണങ്ങളൊക്കെയാണ് ഇവിടെ ഈ ബ്ലോക്കിന് കാരണമായിട്ട് വരുന്നത്. അതാണ് ഒരു സാധാരണ കാണുന്നത്. അല്ലാതെ വാദം കോപിച്ചിട്ട് ഷ്രിങ്ക് ചെയ്യുന്ന ഒരു ബ്ലോക്കും ഉണ്ട്. അതിനെപ്പറ്റി ഞാൻ പിന്നീട് ഒരു സമയത്ത് പറയാം. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത്
ഈ വാദത്തിൻ്റെ ഫങ്ഷൻ അങ്ങ് തടയപ്പെടുകയാണ്. അങ്ങനെ വാദം കോപിക്കും. അപ്പോൾ ചികിത്സയിലേക്ക് കിടക്കുമ്പോൾ 2 പ്രധാന കാര്യങ്ങൾ നമ്മൾ കണക്കിലെടുക്കണം. ഒന്ന്, കഫത്തിനെ നിയന്ത്രിച്ച് കഫത്തിനെ ശോധനം ചെയ്യാന്ന് പറയും. അല്ലെങ്കിൽ ഡ്രെയിൻ ഔട്ട് ചെയ്തിട്ട് ആ ചാനൽസ്, അതായത് അക്യൂസ് ഹ്യൂമർ തിരിച്ചു പോകുന്ന ആ വഴി, ആ പാത്ത് ക്ലിയർ ആക്കി ഡ്രെയിനേജിനെയും ആ സർക്കുലേഷനെയും ക്ലിയർ ഔട്ട് ചെയ്യുക. അതായിരിക്കണം ചികിത്സയുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഓപ്റ്റിക് നെർവിന് ഓൾറെഡി ഇതിൻ്റെ ബാക്കിയായിട്ട് ചില ഡാമേജ് വരുന്നുണ്ട്, അല്ലെങ്കിൽ ചില ഫങ്ഷണൽ ഡിഫക്റ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ അതിനെ റിവൈവ് ചെയ്തെടുക്കുക എന്നുള്ള എന്താ പറയുന്നത്, വളരെ സൂക്ഷ്മമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ സീരിയസ്നെസ് ഉള്ള നെക്സ്റ്റ് ലെവൽ ചികിത്സയാണ് ഇതിൽ പ്രാധാന്യം അർഹിക്കുന്നത്. അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം നെർവ് സെല്ലുകൾ ഒരിക്കൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് പുനരുജ്ജീവിപ്പിക്കുക അല്ലെങ്കിൽ പുതിയ സെല്ലുകളെ ഉണ്ടാക്കുക എന്നത് ഒരു ഈസി മെത്തേഡല്ല. ഉള്ളതിനെ ബലപ്പെടുത്തിയെടുക്കുകയും അതിൻ്റെ ഫങ്ഷണൽ കപ്പാസിറ്റി വർദ്ധിപ്പിച്ച് ബൂസ്റ്റപ്പ് ചെയ്തെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ആയുർവേദത്തിൽ കൂടുതൽ ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. കാരണം ഇത് മിക്കവാറും ഒരു പ്രായമായവരിൽ കൂടുതൽ കണ്ടുവരുന്ന രോഗമായതുകൊണ്ട് ഈ റീജനറേഷൻ എന്നുള്ളത് കുറച്ചുകൂടി ടഫാവും. അപ്പോൾ അവിടെ നമുക്ക് ഈ ചികിത്സയ്ക്ക് ചില പരിധികൾ വരും. അത് ഏജ് അനുസരിച്ചും ക്ലിനിക്കൽ സ്റ്റേജ് അനുസരിച്ചും സിവിരിറ്റി അനുസരിച്ചുമായിരിക്കും അത് വ്യത്യാസം വരുന്നത്. എനിവേ, ചികിത്സയെ നമുക്ക് ചുരുക്കത്തിൽ 2 തിരിക്കാം. ഒന്ന്, കഫത്തിനെ ശരിയാക്കിയെടുത്ത് അതിൻ്റെ ഡ്രെയിനേജ് ശരിയാക്കുക, സർക്കുലേഷൻ ശരിയാക്കുക, ചാനൽസ് ശരിയാക്കുക. രണ്ടാമത്, വാദത്തിനെ നമ്മൾ ശമിപ്പിച്ച് അല്ലെങ്കിൽ അതിനെ ക്രമീകരിച്ച് അതിൻ്റെ പ്രവർത്തനക്ഷമതയെ അല്ലെങ്കിൽ ഫങ്ഷണൽ കപ്പാസിറ്റിയെ വർദ്ധിപ്പിച്ച് കുറച്ചുകൂടി വിഷനെ ബെറ്ററാക്കി എടുക്കുക. ഈ 2 മെത്തേഡിൽ കൂടി നമുക്ക് ഏത് ഗ്ലോക്കോമ കേസിനെയും ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതിന് നല്ല റിസൾട്ടും കിട്ടും. ഇതാണ് എൻ്റെ അനുഭവം. പക്ഷെ ഇതിന് ചികിത്സയ്ക്ക് എന്ന് പറയുമ്പോൾ അതിന് ഉപയോഗിക്കുന്ന മരുന്നുകളും ചികിത്സാ രീതികളും വളരെ പ്രസക്തമാണ്. എല്ലാ മരുന്നുകൊണ്ടും നമുക്ക് ശോധനം ചെയ്യാൻ പറ്റില്ല. കാരണം ഓരോ മരുന്നിനും അല്ലെങ്കിൽ ഓരോ ഡ്രഗിനും അതിന് വിധിക്കപ്പെട്ടിട്ടുള്ള ചില സൈറ്റ് ഓഫ് ആക്ഷൻ ഉണ്ട്. ഇന്ന സാധനം ഇന്ന സ്ഥലത്തെ പ്രവർത്തിക്കൂ. കാരണം ഒരു കാർഡിയാക് പേഷ്യൻറ്റിനെ കാർഡിയാക് ടിഷ്യൂവിൽ പ്രവർത്തിക്കുന്ന പ്രത്യേക മരുന്നുകൾ മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. ഇപ്പോൾ നമ്മൾ ഡയൂററ്റിക് അല്ലെങ്കിൽ മൂത്രത്തിനെ നമുക്ക് പുറത്ത് കളയണമെങ്കിൽ ആ യൂറിനറി ട്രാക്റ്റിൽ തന്നെ സൈറ്റ് ഓഫ് ആക്ഷനുള്ള ഡ്രഗിനെ പറ്റൂ. അതുപോലെ ഓരോന്നിനുണ്ട്. ഇപ്പോൾ കാർഡിയാക് മസിലുണ്ട്, കാഫ് മസിലുണ്ട്. 2 മസിൽ പെയിനാന്ന് പറയാം. പക്ഷേ കാർഡിയാക് മസിലിൽ പ്രവർത്തിക്കുന്ന ഒരു മരുന്നുകൊണ്ട് കാഫ് മസിലിന് നമുക്ക് ചികിത്സിക്കാൻ പറ്റില്ല. അതുപോലെ ഡ്രഗ് ഓഫ് ചോയ്സ് അത് വളരെ പ്രസക്തമാണ്. ഏത് രീതിയിലുള്ള മരുന്ന് സെലക്ട് ചെയ്യണമെന്നുള്ളത്. പിന്നീട് ആ സ്ഥലത്തേക്ക് എത്തിക്കാനായിട്ട് ഏത് മോഡ് ഓഫ് ആപ്ലിക്കേഷൻ, ആയുർവേദത്തിൽ അതിന് ശക്തമായിട്ടുള്ള വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു പാറ്റേൺ ഉണ്ട്. എല്ലാ രീതിയിലുള്ള, സ്കിന്നിലാണെങ്കിൽ നമുക്ക് എണ്ണയിട്ടൊക്കെ തടവുന്നുണ്ട്, പക്ഷെ കണ്ണിൽ എണ്ണയിട്ട് തടവാനൊന്നും പറ്റില്ല. അപ്പോൾ അതിനുള്ള ചില മോഡ് ഓഫ് ആപ്ലിക്കേഷൻ, തർപ്പണം, പിന്നെ അതുപോലെ തലയിൽ ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ ഓക്കുലർ ആപ്ലിക്കേഷൻ ഉണ്ട്, എക്സ്ട്രാ ഓക്കുലർ ആപ്ലിക്കേഷൻ ഉണ്ട്, ഓറൽ മെഡിസിൻ ഉണ്ട്. ഇതൊക്കെ വളരെ യുക്തിപൂർവ്വം സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു എക്സ്പെർട്ട് ഡോക്ടറുടെ കപ്പാസിറ്റി. അതിനനുസരിച്ച് ശരിയായ ഡ്രഗ് സെലക്ട് ചെയ്ത്, ശരിയായ മോഡ് ഓഫ് ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്ത്, ശരിയായ ഇന്ത്യൻ മെഡിസിൻ സെലക്ട് ചെയ്ത് ചികിത്സിച്ചാൽ റിസൾട്ട് വളരെ നല്ലതായിരിക്കും. അത് തീർച്ച.